എല്ലാവർക്കും നമസ്കാരം. സാപ്പിയൻസ് PSCയുടെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ടോപ്പിക്കുകൾ ഓരോന്നായി കവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. ആദ്യത്തെ ഭാഗമായി നമ്മൾ 10 ടോപ്പിക്കായിരുന്നു പറഞ്ഞിരുന്നത്. ആ 10 ടോപ്പിക്കിൽ കുറച്ച് ടോപ്പിക്ക് നമ്മൾ എന്ത് ചെയ്തിരുന്നു, പറഞ്ഞു പോയിരുന്നു. ബാക്കി ടോപ്പിക്കുകളിലേക്ക് നമുക്ക് പോകേണ്ടതായിട്ടുണ്ട്. നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോകാം. ഇതായിരുന്നു നമ്മുടെ 10 ടോപ്പിക്ക്. ഇതിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ബുക്കർ പുരസ്കാരം നമ്മൾ ചർച്ച ചെയ്തിരുന്നു, ഇന്റർനാഷണൽ ബുക്കർ പുരസ്കാരവും നമ്മൾ ചർച്ച ചെയ്തിരുന്നു. അപ്പോൾ ഈ ഒരു ക്ലാസ് കൊണ്ട് പഠിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് നോബൽ പുരസ്കാരമാണ്. പത്മ പുരസ്കാരത്തിലേക്ക് പോയി കഴിഞ്ഞാൽ ഈ ക്ലാസ് നീണ്ടുപോകും. അതുകൊണ്ട് പത്മ പുരസ്കാരം മറ്റൊരു ക്ലാസ്സിലായിരിക്കും. നോബൽ പുരസ്കാരം 2025 നോബൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു ക്ലാസ്സിൽ പഠിക്കുന്നത്. 2026 പറയാത്തത് 2026 പ്രഖ്യാപിക്കാത്തത് കൊണ്ടാണ്. 2026 ഒക്ടോബർ മാസത്തിലാണ് 2026 നോബൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അതിന് ഇനിയും മാസങ്ങൾ മുന്നിലുണ്ട്. 2025 നോബൽ പുരസ്കാരം എന്തായാലും നമുക്ക് ആവശ്യമുള്ളതാണ്. 2025 നോബൽ പുരസ്കാരത്തെ കുറിച്ച് പറയുമ്പോൾ 1901 ആദ്യമായി നോബൽ പുരസ്കാരം പ്രഖ്യാപിക്കുന്നത്. അന്ന് 5 വിഷയത്തിനാണ് നോബൽ സമ്മാനം നൽകിയിരുന്നത്. പിന്നീട് 1969 സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം കൂടി നൽകി തുടങ്ങി. അങ്ങനെ മൊത്തം 6 വിഷയത്തിന് നോബൽ സമ്മാനം ഇപ്പോൾ നൽകുന്നുണ്ട്. അപ്പോൾ 6 വിഷയങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കണം. അത് സമാധാനം, സാഹിത്യം, സാമ്പത്തിക ശാസ്ത്രം, ഫിസിക്സ്, കെമിസ്ട്രി, വൈദ്യശാസ്ത്രം എന്നിവയാണ് 6 വിഷയങ്ങൾ. അത് ഓർത്തിരിക്കാനായിട്ട് നിങ്ങൾ ജസ്റ്റ് മൂന്ന് സായാകുമ്പം സമാധാനം, സാഹിത്യം, സാമ്പത്തിക ശാസ്ത്രം, പിന്നെ ഫിസിക്സും കെമിസ്ട്രിയും, ലാസ്റ്റിൽ വൈദ്യശാസ്ത്രം എന്നിവയാണ് 6 പുരസ്കാരങ്ങൾ. അപ്പം ഈ 6 പുരസ്കാരങ്ങൾ നമ്മൾ ഓർത്തിരിക്കുമ്പോൾ അതിന് ചില കാര്യങ്ങളുണ്ട്. അതായത് ഈ കറണ്ട് അഫയേഴ്സ് ഒക്കെ പഠിക്കുന്ന സമയത്ത് എല്ലാ കാര്യങ്ങളും നമ്മൾ പേരുകൾ കുത്തിയിരുന്ന് കാണാതെ പഠിച്ച് തലയിലോട്ട് കയറ്റുക എന്നുള്ളത് കുറച്ച് ബുദ്ധിമുട്ടായിട്ട് തോന്നാറുണ്ട് ചില അവസരങ്ങളിൽ. അങ്ങനെ വരുമ്പോൾ നമ്മൾ ചില കോഡുകളൊക്കെ അവിടെ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഈ നോബൽ പുരസ്കാരം 2025 ബന്ധപ്പെട്ട് ചില കോഡുകളൊക്കെ ഈ ഒരു ക്ലാസ്സിൽ പറഞ്ഞു പോകുന്നുണ്ട്. അത് ഓർത്തിരിക്കാൻ വേണ്ടി മാത്രമാണ് അങ്ങനെ പറഞ്ഞു പോകുന്നത്. അപ്പം നമുക്ക് നേരെ എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് കടക്കാം. ഇവിടെ നമ്മൾ നോക്കുമ്പം ഒന്നാമത് ഫിസിക്സിനുള്ള നോബൽ സമ്മാനമാണ്. ഫിസിക്സിനുള്ള നോബൽ സമ്മാനം 3 പേർക്ക് ലഭിച്ചു. ഫിസിക്സിനുള്ള നോബൽ സമ്മാനം 3 പേർക്കാണ് ലഭിക്കുന്നത്. ആരൊക്കെയാണ് ആ 3 പേര്? ഒന്നാമത്തെ ആളുടെ പേര് ജോൺ ക്ലർക്ക് ആണ്. രണ്ടാമത്തെ ആളാണ് മൈക്കൽ ഡെവറെ. മൂന്നാമത്തെ ആളാണ് ജോൺ മാർട്ടിനിസ്. 3 പേരുകൾ കിട്ടിയോ? ജോൺ ക്ലർക്ക്, മൈക്കൽ ഡെവറെ, ജോൺ മാർട്ടിനിസ് എന്നിവരാണ് 3 പേർ. എങ്ങനെ ഇവരുടെ പേരുകൾ നമുക്ക് ഓർത്തിരിക്കാം എന്നുള്ളതാണ് അടുത്ത ഒരു ശ്രമം. ഫിസിക്സിനുള്ള നോബൽ സമ്മാനം ഓർത്തിരിക്കുന്നതിനായിട്ട് ഫിസിക്സിൽ ഞാൻ പണ്ട് സ്കൂളിലും കോളേജും ഒക്കെ പോകുന്ന സമയത്ത് ഫിസിക്സിൽ നമ്മൾ നേരെ ഒരു ലാബിൽ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ക്ലർക്ക് കാണും. ഫിസിക്സ് ലാബിൽ ഒരു ക്ലർക്ക് ഉണ്ടാവും എന്ന് ആദ്യം ഓർക്കണം. ഫിസിക്സ് ലാബിൽ ആരുണ്ടാവും? ഒരു ക്ലർക്ക് ഉണ്ടാവും. ഈ ക്ലർക്കിനെ അവിടെ നിർത്തിയത് കൊണ്ട് പരീക്ഷയ്ക്കൊക്കെ വരുമ്പം മാർക്ക് കിട്ടാൻ അവർ സഹായിക്കാറുണ്ട്. അപ്പം മാർക്ക് കിട്ടാൻ അവർ സഹായിക്കാറുണ്ട് എന്നുള്ള കാര്യം കൂടെ ഓർത്തോ. അപ്പം ജോൺ ക്ലർക്കും ജോൺ മാർട്ടിനിസും 2 പേരെ അങ്ങനെ ഓർക്കാം. മാർക്ക്, മാർട്ടിനിസ്. ജോൺ ക്ലർക്കും ജോൺ മാർട്ടിനിസും. ജോൺ ക്ലർക്കിന്റെ രാജ്യം ബ്രിട്ടനാണ്. ജോൺ മാർട്ടിനിസിന്റെ രാജ്യം USA ആണ്. അപ്പൊ എന്തിനാ ഈ രാജ്യങ്ങളുടെ പേര് പറയുന്നതെന്ന് ചോദിച്ചാൽ PSCയുടെ പുതിയ പാറ്റേണിലുള്ള ചോദ്യങ്ങൾ മനസ്സിലാക്കിയതിൽ നിന്നും നോബൽ സമ്മാനം ചോദിക്കുമ്പോൾ 3 രീതിയിൽ ചോദ്യങ്ങൾ വരുന്നുണ്ട്. ഒന്ന്, ഡയറക്റ്റ് ചോദ്യം, അവരുടെ പേരുകൾ ചോദിക്കും. ഫിസിക്സിനുള്ള നോബൽ കിട്ടിയതാര്, കെമിസ്ട്രിക്കുള്ള നോബൽ കിട്ടിയതാര് എന്നുള്ള ഡയറക്റ്റ് ചോദ്യം. 2, ഇവരുടെ രാജ്യം ചോദിക്കാറുണ്ട്. ഈ അടുത്തിടയ്ക്കും PSC അങ്ങനെ ചോദിച്ച് ചെറിയ കുഴപ്പങ്ങളൊക്കെ സംഭവിച്ചിരുന്നു. രാജ്യം ചോദിക്കാറുണ്ട്. 3, ഇവർക്ക് എന്തിന് കിട്ടി എന്നുള്ള ചോദ്യവും പരീക്ഷകളിൽ വരാറുണ്ട്. അപ്പൊ ഈ 3 രീതിയിലുള്ള പ്രിപ്പറേഷനും നോബൽ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്തിരിക്കണം, അറിഞ്ഞിരിക്കണം. അപ്പൊ ഒന്നാമത് പഠിച്ച ആളുടെ പേര് ജോൺ ക്ലർക്ക്. 2, ജോൺ മാർട്ടിനിസ്. മാർക്ക് കിട്ടാനായി ക്ലർക്ക് സഹായിക്കുമെങ്കിലും നമ്മൾ വേറെ വല്ലതും ചെയ്തു വെച്ചിട്ട് ഇങ്ങ് വരും. അപ്പൊ വേറെ ചെയ്യുമെങ്കിൽ ഡെവറെ, മൈക്കൽ ഡെവറെ രാജ്യം ഫ്രാൻസ് ആണ്. മൈക്കൽ ഡെവറയുടെ രാജ്യം ഫ്രാൻസ് ആണ്. അപ്പോൾ 3 പേരുകൾ ജോൺ ക്ലർക്ക്, ജോൺ മാർട്ടിനിസ്, മൈക്കൽ ഡെവറെ. ഒന്നുകൂടെ ഒന്ന് പറഞ്ഞു നോക്കണം. ജോൺ ക്ലർക്ക്, ജോൺ മാർട്ടിനിസ്, മൈക്കൽ ഡെവറെ. ജോൺ ക്ലർക്കിന്റെ രാജ്യം ബ്രിട്ടൻ, ജോൺ മാർട്ടിനിസിന്റെ രാജ്യം USA, മൈക്കൽ ഡെവറയുടെ രാജ്യം ഫ്രാൻസ്.
പേരുകളും രാജ്യങ്ങളും നിങ്ങളുടെ തലയിൽ എത്തിയെങ്കിൽ അടുത്തതായി എന്തിനാണ് ഇവർക്ക് കിട്ടിയത് എന്നുള്ളതാണ് നമുക്ക് പഠിക്കാനുള്ളത്. എന്തിനാ കിട്ടിയെന്ന് ചോദിച്ചാൽ ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ. ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ എന്ന് പറഞ്ഞാൽ അതിവേഗ കമ്പ്യൂട്ടറുകളാണ് ക്വാണ്ടം കമ്പ്യൂട്ടറുകൾ. ക്വാണ്ടം കമ്പ്യൂട്ടറുകളുടെ ഇലക്ട്രിക് സർക്യൂട്ടുകളുടെ നിർമ്മാണത്തിനുള്ള അതിനെക്കുറിച്ചുള്ള പഠനത്തിനാണ് കിട്ടുന്നത്. എന്ന് പറഞ്ഞാൽ ഇവിടെ എഴുതിയിട്ടുണ്ട്, ഫോർ ദ ഡിസ്കവറി ഓഫ് മാക്രോസ്കോപ്പിക് ക്വാണ്ടം മെക്കാനിക് ടണലിംഗ് ആൻഡ് എനർജി ക്വാണ്ടൈസേഷൻ ഇൻ ഇലക്ട്രിക് സർക്യൂട്ട്. ഓക്കെ, അപ്പം ഇതാണ് ഫിസിക്സിനെ കുറിച്ചുള്ള നോബൽ സമ്മാനത്തെക്കുറിച്ച് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഫിസിക്സിന് ശേഷം അടുത്തതായി നമ്മൾ പഠിക്കുന്നത് 6 വിഷയമാണല്ലോ ഉള്ളത്. 1 കഴിഞ്ഞു, ഫിസിക്സ് കഴിഞ്ഞു. അടുത്തതാണ് കെമിസ്ട്രി. കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം 3 പേർക്ക് ലഭിച്ചു. ഫിസിക്സിനും 3, കെമിസ്ട്രിക്കും 3. ആരൊക്കെ? 1 സുസുമു കിറ്റഗാവ, 2 റിച്ചാർഡ് റോബ്സൺ, 3 ഒമർ എം യാഗി. 3 പേരുകൾ ഉണ്ട്: സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. സുസുമു കിറ്റഗാവ ഏതാണ് രാജ്യം? പേര് കേൾക്കുമ്പോഴേ അറിയാം, രാജ്യം ജപ്പാനാണ്. സുസുമു കിറ്റഗാവ രാജ്യം ജപ്പാനാണ്. റിച്ചാർഡ് റോബ്സൺ രാജ്യം ഓസ്ട്രേലിയയാണ്. റിച്ച് ആവാൻ ആൾക്കാർ ഇപ്പോൾ ഓസ്ട്രേലിയയിലൊക്കെ പോവാറുണ്ട്. റിച്ചാർഡ് റോബ്സൺ. പിന്നെ ആരാ? സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. ഒമർ എം യാഗിയുടെ കാര്യം പറയുമ്പോൾ 2 രാജ്യങ്ങൾ അവിടെ, ഒന്ന് അമേരിക്കയും മറ്റൊന്ന് ജോർദാനും പറയുന്നുണ്ട്. കാരണം അദ്ദേഹം ജന്മനാട് ജോർദാനും അമേരിക്ക പ്രതിനിധീകരിച്ചുകൊണ്ടാണ് അദ്ദേഹത്തിന് നോബൽ പുരസ്കാരം കിട്ടിയതും. അപ്പൊ രണ്ടും പറഞ്ഞത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ നേരത്തെ ഇതുപോലെ PS ചോദിച്ച് കുഴപ്പം കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ്. അമേരിക്കയാണ് സാധ്യത കൂടുതൽ. ശരി, അപ്പൊ കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം ഓർത്തിരിക്കാനായിട്ട് എന്തിനാണ് ഇവർക്ക് ഈ പുരസ്കാരം കിട്ടിയെന്നറിയാം? ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ. മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് തന്മാത്രാ ഘടനകളാണ്, പുതിയ തരം തന്മാത്രാ ഘടനകളാണ്. ജലക്ഷാമം, കാലാവസ്ഥാ വ്യതിയാനം എന്നിവ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനെക്കുറിച്ചുള്ള ഒരു പഠനമാണ് മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളെ കുറിച്ചുള്ള ഡെവലപ്മെന്റ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ കേട്ടതിൽ നിന്ന് ഇനി അടുത്തതായിട്ട് പറയാനുള്ളത് ഇത് ഓർത്തിരിക്കാനായിട്ട്. മെറ്റൽ വീണപ്പോൾ റോസു അമറി. മെറ്റൽ വീണപ്പോൾ എന്ന് പറഞ്ഞാൽ മെറ്റൽ ഓർഗാനിക് ഫ്രെയിംവർക്കുകളെ കുറിച്ചുള്ള പഠനം. റോസു എന്ന് പറയുമ്പോൾ റിച്ചാർഡ് റോബ്സണും സുസുമു കിറ്റഗാവയും. റിച്ചാർഡ് റോബ്സണും സുസുമു കിറ്റഗാവയും. അമറി എന്ന് പറയുമ്പോൾ ഒമർ എം യാഗി. ഒമർ എം യാഗി. അപ്പൊ ഈ പേരുകളും നിങ്ങളിലേക്ക് എത്തി. അപ്പം ഇതിനു മുമ്പും നോബൽ പുരസ്കാരത്തിന്റെ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഈ ചാനലിൽ നോക്കിയാൽ കാണാം. പിന്നെയും എന്തിനിട്ടു എന്ന് ചോദിച്ചാൽ ആദ്യത്തെ 10 ടോപ്പിക് ഇട്ടപ്പോൾ ഓരോ ടോപ്പിക്കും എടുത്തു പോകണമെന്ന് തീരുമാനിച്ച് തന്നെയാണ് എടുത്തത്. അതുകൊണ്ടാണ് ഈ ക്ലാസ് ഒന്നുകൂടെ ഞാൻ എടുത്തിരുന്നത്. ഓക്കെ, ഏത് ക്ലാസ് കണ്ടാലും കണ്ടന്റ് സെയിം ആണ്, ഇത് കണ്ടാലും മതി. ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞത് കെമിസ്ട്രിക്കുള്ള നോബൽ സമ്മാനം 3 പേർക്കാണ് കിട്ടിയത്. സുസുമു കിറ്റഗാവ, റിച്ചാർഡ് റോബ്സൺ, ഒമർ എം യാഗി. രാജ്യങ്ങളും പേരുകളും നിങ്ങളിലേക്ക് എത്തി എന്ന് വിചാരിക്കുന്നു. ഇതോടുകൂടി ഫിസിക്സും കെമിസ്ട്രിയും കഴിഞ്ഞു. ഇനിയും നമുക്ക് 4 വിഷയങ്ങൾ ബാക്കിയുണ്ട്. അടുത്തത് ഏതാണെന്ന് നോക്കാം. അടുത്തത് മെഡിസിൻ ആണ്. മെഡിസിനും 3 പേർക്ക് കിട്ടി. ഫിസിക്സിനും കെമിസ്ട്രിക്കും മെഡിസിനും 3 പേർക്ക് കിട്ടി. മെഡിസിനുള്ള നോബൽ സമ്മാനം കിട്ടിയത് 3 പേർക്കാണ്. ആരൊക്കെ? മേരി ഇ ബ്രൂൺകോ, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സകാഗുച്ചി എന്നിങ്ങനെയാണ് പേരുകൾ. മേരി ഇ ബ്രൂൺകോ, ഫ്രെഡ് റാംസ്ഡൽ, ഷിമോൺ സകാഗുച്ചി എന്നിങ്ങനെയാണ് പേരുകൾ. മെഡിസിനുള്ള നോബൽ സമ്മാനമാണ് ഇവർക്ക് കിട്ടിയത്. എന്തിന്? ഫോർ ദെയർ ഡിസ്കവറീസ് കൺസേണിംഗ് പെരിഫറൽ ഇമ്മ്യൂണി ടോളറൻസ്. അതായത് മനുഷ്യന്റെ ഇമ്മ്യൂണിറ്റി സിസ്റ്റം സ്വന്തം അവയവങ്ങളെ തന്നെ അറിയാതെ ആക്രമിക്കുന്നതിനെ കുറിച്ചുള്ള പഠനം, അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾക്കാണ് ഇവർക്ക് ഈ പുരസ്കാരം കിട്ടുന്നത്. അപ്പം ഇവരുടെ രാജ്യം ഓർത്തിരിക്കാൻ എളുപ്പമാണ്, അത് ഞാൻ പറയാം. അതിനു മുമ്പ് ഇവരെ എങ്ങനെ ഓർത്തിരിക്കാമെന്ന് പറയാം. റാം എന്ന പേര് നിങ്ങൾ ഇവിടെ ഓർക്കാം, റാം. ബ്രൂ എന്ന പേര് നിങ്ങൾ ഇവിടെ ഓർക്കാം. അപ്പൊ റാം എന്ത് ചെയ്യും? ബ്രൂ കുടിക്കും. എപ്പോ കുടിക്കും? സദാ കുടിക്കും. റാം ബ്രൂ സദാ കുടിക്കും. എന്തിനു കുടിക്കും? മെഡിസിന് പകരമായി സദാ കുടിക്കും. അപ്പോൾ റാം ബ്രൂ സദാ കുടിക്കും മെഡിസിന് പകരം. അപ്പോൾ മെഡിസിനുള്ള നോബൽ സമ്മാനം റാം എന്ന് പറയുമ്പോൾ റാംസ്ഡൽ, ഫ്രെഡ് റാംസ്ഡൽ. ബ്രൂ എന്ന് പറയുമ്പോൾ മേരി ഇ ബ്രൂൺകോ. പിന്നെന്താ? ഷിമോൺ സകാഗുച്ചി, ഷിമോൺ സകാഗുച്ചി.
ഷിമോൺ സക്കാഗുച്ചിയുടെ രാജ്യം ജപ്പാനാണ്. ബാക്കി രണ്ടുപേരുടെയും രാജ്യം USA ആണ്. അപ്പോൾ മെഡിസിന്റെ കാര്യത്തിനകത്ത് സംശയമൊന്നുമില്ല, അമേരിക്കയാണ് ഉറപ്പാണ്. ഷിമോൺ സക്കാഗുച്ചി മാത്രം ആ പേര് കേൾക്കുമ്പോൾ തന്നെ ജപ്പാനിലേക്ക് നിങ്ങൾ പൊക്കോളും കേട്ടോ. അപ്പോൾ മെഡിസിനുള്ള നോബൽ സമ്മാനവുമായി, ഫിസിക്സ് ആയി, കെമിസ്ട്രി ആയി, വൈദ്യശാസ്ത്രമായി. 3 വിഷയങ്ങളിലെയും പേരുകളും കാരണങ്ങളും രാജ്യങ്ങളും നിങ്ങളിലേക്ക് എത്തിയെങ്കിൽ 4ാമത്തെ സബ്ജക്റ്റിലേക്ക് ഞാൻ പോവുകയാണ്. അതാണ് സാഹിത്യം. ഹംഗേറിയൻ എഴുത്തുകാരനായ ലാസ്ലോ ക്രസ്നാഹോർക്കേക്കാണ് ഈ വർഷത്തെ 2025 സാഹിത്യ നോബൽ പുരസ്കാരം കിട്ടുന്നത്. അപ്പൊ നിങ്ങൾ ഈ നോബൽ പുരസ്കാരം എടുത്താൽ ഫിസിക്സോ കെമിസ്ട്രിയോ വൈദ്യശാസ്ത്രമോ അല്ലെങ്കിൽ സാമ്പത്തിക ശാസ്ത്രമോ അല്ലെങ്കിൽ സമാധാനമോ ഒന്നും എടുത്താലും ആർക്കും ഒരു ക്രഷ് തോന്നുന്ന രീതിയിൽ ഒരു സബ്ജക്റ്റ് ഇല്ല. ക്രഷ് തോന്നുന്ന ഒരേ ഒരു സാഹിത്യകാരന്മാരോടാണ്. സിനിമാ നടന്മാരോടുണ്ട്, ഇവിടെ സിനിമ ഇല്ല. സാഹിത്യകാരന്മാരോട് ക്രഷ് തോന്നാറുണ്ട് എന്നുണ്ടെങ്കിൽ സാഹിത്യത്തിനുള്ള നോബൽ സമ്മാനം ലാസ്ലോ ക്രസ്നാഹോർക്കെ എന്നോർക്കാം. രാജ്യം ഹംഗറിയാണ്. ലാസ്ലോ ക്രസ്നാഹോർക്കെ രാജ്യം ഹംഗറിയാണ്. അപ്പോൾ അതാണ് അവിടെ പറയാനായിട്ടുള്ളത്. അപ്പോൾ 4 വിഷയമായി. ഇനിയും 2 വിഷയങ്ങൾ നമ്മളെ കാത്തിരിപ്പുണ്ട്. അടുത്തതാണ് ഏത്? സമാധാനം. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം കിട്ടുന്നത് വെനസ്വേലൻ പ്രതിപക്ഷ നേതാവ്, അവിടെ ജനാധിപത്യം കൊണ്ടുവരുന്നതിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ് മരിയ കൊറീന മച്ചാഡോ എന്നാണ് പേര്. മരിയ കൊറീന മച്ചാഡോ. സമാധാനത്തിനുള്ള നോബൽ സമ്മാനം ഓർത്തിരിക്കാനായിട്ട് വെനസ്വേല പ്രത്യേകം ഓർത്തു വെച്ചോണം. ചോദിക്കാം, മാറിക്കേ സമാധാനം വേണം എന്ന് പറയാറുണ്ട്. അപ്പൊ മാറിക്കേ സമാധാനം വേണം, ഒന്ന് മാറിക്കേ സമാധാനം വേണം. വീടുകളിലൊക്കെ പറയാറുണ്ട്, ഒന്ന് മാറിക്കോ സമാധാനം വേണം, മാറിക്കോ സമാധാനം വേണം. അപ്പൊ മാറിക്കോ എന്ന് പറയുമ്പോൾ മരിയ കൊറീന മച്ചാഡോ, രാജ്യം വെനസ്വേലയാണ്. അപ്പോൾ അതും കഴിഞ്ഞു. ദ ലാസ്റ്റ് വൺ, സാമ്പത്തിക ശാസ്ത്രം. അതുകൂടെ പഠിച്ചു കഴിയുമ്പോൾ നോബൽ പുരസ്കാരം 2025 അവിടെ പൂർത്തിയാവും. നമുക്ക് നേരെ നോക്കാം. സാമ്പത്തിക ശാസ്ത്രത്തിനുള്ള നോബൽ സമ്മാനം 3 പേർക്ക് ലഭിച്ചു. ആരൊക്കെയാണ് പേരുകൾ? 1 ജോയൽ മോക്കീർ, 2 ഫിലിപ്പ് അഗിയോൺ, 3 പീറ്റർ ഹൗവിറ്റ്. അപ്പോൾ 3 പേരെ കേൾക്കുമ്പോഴേ ചിലർക്ക് അങ്ങ് വിഷമമാണ്. ഇവരെ എല്ലാം ഒന്ന് ഓർത്തിരിക്കണമല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഇവരെ ഒന്ന് ഓർത്തിരിക്കാം. എന്തിനാണെന്ന് ചോദിച്ചാൽ, ഇവർക്ക് ഈ പുരസ്കാരം കിട്ടുന്നത്, സാമ്പത്തിക ശാസ്ത്രത്തിലുള്ള നോബൽ സമ്മാനം ഇവർക്ക് കിട്ടുന്നത് പുതിയ സാങ്കേതിക വിദ്യയുടെ കണ്ടെത്തൽ എങ്ങനെയാണ് ഒരു രാജ്യത്തിന്റെ സമ്പത്ത് വളർച്ചയെ സ്വാധീനിക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള കണ്ടെത്തലിനാണ് ഇവർക്ക് ഈ പുരസ്കാരം കിട്ടുന്നത്. അപ്പൊ പേരുകൾ ജോയൽ മോക്കീർ, ഫിലിപ്പ് അഗിയോൺ, പീറ്റർ ഹൗവിറ്റ് എന്നിങ്ങനെയാണ് പേരുകൾ. ഓർത്തിരിക്കുന്നതിനായിട്ട് ചെറിയ കാര്യങ്ങൾ പറയാൻ ഞാൻ ഇപ്പോഴും പറയുന്നു. കോഡുകൾ ഉപയോഗിക്കുന്നത് ഒരു രസത്തിന് വേണ്ടിയിട്ടല്ല, ഇവരുടെ പേരുകൾ എങ്ങനെയെങ്കിലും ഓർത്തിരിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ്. ശ്രദ്ധിക്കൂ. സാമ്പത്തിക ശാസ്ത്രം. സമ്പത്ത് കാണുമ്പോൾ നമ്മൾ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട്. എന്താ? എങ്ങനെയാണ് ഇവർക്കിത് കിട്ടിയത്? ഹൗ. അപ്പൊ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുമ്പോൾ ഒന്നാമത് ഓർക്കണം ഹൗ ഇറ്റ്. പീറ്റർ ഹൗവിറ്റ്. അപ്പം അപ്പുറത്തിരിക്കുന്നവർ പറയും ജോലിക്ക് പോയാൽ മതി. ജോലി എന്ന് പറയുമ്പോൾ ജോയൽ എന്നവിടെ കിട്ടും. ജോയൽ മോക്കിർ. അപ്പോൾ പീറ്റർ ഹൗവിറ്റ്, ജോയൽ മോക്കിർ. അപ്പൊ സമ്പത്ത് എന്ത് ചെയ്തോളും? ആഗീരണം ചെയ്തോളും. സമ്പത്ത് ആഗീരണം ചെയ്യും എന്ന് പറയുമ്പോൾ ആഗിയോൺ. എന്ത്? ഫിലിപ്പ് ആഗിയോൺ. അപ്പം പേരുകളാണ്. അപ്പൊ രാജ്യങ്ങൾ എന്തൊക്കെയാ? 1 പീറ്റർ ഹൗവിറ്റ്, 2 ജോയൽ മോഗീർ, 3 ഫിലിപ്പ് ആഗിയോൺ. അപ്പോൾ 1 പീറ്റർ ഹൗവിറ്റിന്റെ രാജ്യം കാനഡ, ജോയൽ മോഗീറിന്റെ രാജ്യം USA ആണ്, ഫിലിപ്പ് ആഗിയോണിന്റെ രാജ്യം ഫ്രാൻസ് ആണ്. ഫിലിപ്പ് ആഗിയോൺ ഫ്രാൻസ്, ജോയൽ മോഗീർ USA. ഓക്കെ. അപ്പം ഇതൂടായപ്പം നോബൽ പുരസ്കാരം 2025 ഇവിടെ പൂർത്തിയായി. നോബൽ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞിരുന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് നിന്നുള്ള ചോദ്യം നിങ്ങൾക്ക് കിട്ടും എന്ന പ്രതീക്ഷയിലാണ് ഇത്രയും കാര്യങ്ങൾ നിങ്ങളുമായി ചർച്ച ചെയ്തത്. പറഞ്ഞ അത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിച്ചെങ്കിൽ വീണ്ടും മറ്റൊരു ക്ലാസ്സുമായി നമുക്ക് കാണാം. എല്ലാവർക്കും നന്ദി.